Hi dears, welcome to Aadhish Creations. ഇന്ന് നമ്മളിത് ഞാറാന്ന് പറയുന്ന ഹാർഡിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലേ വെച്ചിട്ട് നമ്മൾ കുറച്ച് മോൾഡ് ഉണ്ടാക്കുകയാണ്. നമ്മൾ സാധാരണ സിലിക്കൺ മോൾഡല്ലേ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. നമുക്കിന്ന് നമ്മുടെ ഈ ഒരു ഹെഡ്രേ ക്ലേ തന്നെ യൂസ് ചെയ്തിട്ട് കുറച്ച് മോൾഡുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഈ ഒരു ക്ലേ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പഴയ കമ്മലുകൾ എടുത്തിട്ടുണ്ട്, സ്റ്റഡുകളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കമ്മലുകളും ഒക്കെ അങ്ങനെയുള്ള കുറച്ച് സ്റ്റഡുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമ്മലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഡിസൈനുകൾ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഈ ഒരു ഹെഡ്രേ ക്ലേ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹെഡ്രേ ക്ലേ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിനകത്ത് ക്ലേയും കൂടെ നന്നായിട്ട് മിക്സിങ് വന്നിട്ടുണ്ട്. എയർ ഡ്രൈ ക്ലേ മാത്രമല്ല, നമുക്ക് നാച്ചുറൽ ക്ലേയും കൂടെ അതിനകത്ത് മിക്സിങ് വന്നതുകൊണ്ടാണ് നമുക്കിത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കേണ്ട ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇത് ഓയിലൊക്കെ തേച്ചിട്ട് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് കുറേ ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു സ്റ്റഡ് എടുത്തിട്ട് ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ എന്നാക്കി നമ്മളിതാ ബാക്ക് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ആ ഒരു സിമ്പിൾ ചെയ്യുന്ന ഭാഗം മാത്രമാണ് നന്നായിട്ട് ഇരുന്നാൽ മതി. ബാക്കി ക്ലേയും ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ളൊരു ഷേപ്പിലാക്കി എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ കുറച്ച് ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കമ്മൽ ഞാൻ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് തന്നെ വേറൊരു സ്റ്റഡും കൂടെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻസ് അങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു ഹെഡ്രേ ക്ലേയിലേക്ക് പതിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പതിയെ ഒന്ന് അഴിച്ചു കൊടുത്ത് നോക്കാം. ഇത് വേണ്ട, അതേപോലെ തന്നെ ഡിസൈൻ നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. എല്ലാ ഡിസൈൻസും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത കമ്മലുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാവൂ. നമ്മുടെ വീട്ടിലെ കയ്യിലുള്ള എന്ത് ഐറ്റംസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സിമ്പിൾസൊക്കെ നമുക്ക് ഡിസൈൻസുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതേ ഡിസൈനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിലൊക്കെയാണ് ഞാൻ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഡിസൈൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്താണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ടുള്ളതാണ്, നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ക്ലേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാച്ചുറൽ ക്ലേയുടെ മിക്സിങ് കൂടെ വന്നുകൊണ്ടാണ് അതങ്ങനെ ടെക്സ്ചർ അങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ്രേ ക്ലേ അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഡിസൈനിലേക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇതാ വേണ്ടോ, ഇപ്പോൾ ഈ ഒരു ഡിസൈൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പാണല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കനം വേണ്ട. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള താഴെ ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കട്ടിങ് കൂടെ കുറഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡിസൈൻ വീണ്ടും നമ്മുടെ ആ ഒരു മോൾഡിലേക്ക് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും സിലിക്കൺ മോൾഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബിഗിനേഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.